ഒരാളെ നിർത്തിയാൽ മറ്റേ തോൽപ്പിക്കും. ആ രീതിയിൽ പോയാൽ ഇവരെങ്ങനെയാണോ ഈ 100 സീറ്റ് കിട്ടുന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര തപ്പി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണില്ല. എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു 40 മേലെയൊന്നും ഇവർ കയറി പോകുന്നു എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു ഇനി ഇതാക്കിയത്. എന്നിട്ട് പോലും ഒരു 40 സീറ്റൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഇവരെവിടെയാണ് കൊണ്ട് ഈ 100 സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല. ഈ 140 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിയങ്കനെ കൊണ്ട് നിർത്തിയിട്ട് പ്രിയങ്ക മുഖ്യമന്ത്രിയാവുന്നൊരു തോന്നൽ വരുത്തുക. അത് പ്രിയങ്ക അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ 100 സീറ്റ്. അത് മാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണുന്നുള്ളൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. അല്ലാണ്ട് എങ്ങനെ നോക്കിയിട്ടും ഇവർ തിരിച്ചു വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കില്ല, കാരണം അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതി, കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ഇപ്പം കേൾക്കാനില്ല. പണ്ട് എപ്പോഴും ടി വിയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കും മനസ്സുകൊണ്ടൊരു മടുപ്പുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ സഹോദരൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അറിയാലോ എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിനൊരു ഉണർവുണ്ടാവുമായിരുന്നു.